വലിപ്പൊന്നിട്ടാണ് പറ്റി വലിച്ചു കയറി മാറ് നോക്കി കുത്തി വാങ്ങി ചിത്രാങ്കിയിൽ വീശി കൊന്നുതിരിഞ്ഞ് ചൂഴ്ന്ന് വലിച്ചതിരിച്ച് കണ്ണടക്കി കടകം വീശി നിലമാറി കുതിച്ചുയർന്ന് എന്താ പണത് രാവിലെ തന്നെ? ഒന്നുമില്ല, ചാമുണ്ടിക്കാവില് തീയാട്ടം ഇന്നലെ. ഉടുക്കൂട്ടി പാടാൻ പണനും പോയിരുന്നു. തിരിച്ചു വരുമ്പോ ഇതിലെ ഒന്ന് പുത്തൂരം വീടിന്റെ പടിക്ക കൂടി പോകുമ്പോ നിങ്ങളൊന്ന് കേറാതെ വയ്യല്ലോ പാണനെ. ആർച്ച അന്വേഷിക്കുന്നുണ്ടായിരുന്നു പാണനെ. താരി തെറ്റിച്ച് പുറവിന് പകരം ഉളവ് വെട്ടുമ്പോ പറഞ്ഞു വെട്ടണ്ടേ മച്ചന്? വെട്ട് കാണാനുള്ള കഴിവുണ്ടെങ്കില് പറയാണ്ടേ അറിയാം. മതി, ഒഴികഴിവ് പറഞ്ഞിട്ടല്ല കളരിയിൽ ജയിക്കേണ്ടത്. കുറച്ചായി ഞാൻ ശ്രദ്ധിക്കണു. കള്ളക്കോല് നീട്ടാനാ നിനക്ക് കൂടുതൽ താല്പര്യം. തെറ്റ്. മെയ്യ് കണ്ണാവാനാ പഠിക്കേണ്ടത്. കള്ളക്കോല് പഠിച്ചാല് വേഗം ചേകോരാവാന്ന ചന്തുമൂപ്പരുടെ വാദം. ഒരു മലയനുണ്ട് മനസ്സില്, കുട്ടിക്കാലം മുതലേ കൊണ്ടു നടക്കുന്ന ഒരു മലയൻ. മലയനോട് മച്ചുനന്റെ അച്ഛൻ തൊടുത്തു തോറ്റത് അയാളുടെ കള്ളക്കോലോണ്ടല്ല എന്ന് മനസ്സിലാക്കണം. മച്ചുനന്റെ അച്ഛന് പഠിപ്പ് തികയാത്തതിന്റെ ദോഷം. പുത്തൂരം കളരിയിൽ അഭ്യാസം പഠിക്കുന്നത് കള്ളക്കോല് നീട്ടാനല്ല, അതിനുണ്ടാവും വേറെ സ്ഥലങ്ങള് ഉണ്ടല്ലോ. കോലത്തിന് നാട്ടിലുണ്ടൊരാള് ആനയെ മയക്കണ അരിങ്ങോടര്. ചന്തുവാങ്ങളൊക്കെ നല്ല ഉപദേശാ കൊടുക്കണത്. കുഞ്ഞാമറ് പുത്തൂരം വീട്ടിലെ ആശ്രിതരും ശിഷ്യരിൽ മുമ്പിനുമാണെന്ന് വെച്ച് എന്നോട് വേണ്ട എന്റെ മുള്ളും കൊമ്പും വെച്ച വാക്കുകള്. ആണല്ലോ, ആശ്രിതനാണല്ലോ. മിക്കെന്നും ഇവിടത്തെ കണ്ണപ്പ ചേകവരുടെ ശിഷ്യത്വവും ആശ്രയവും മതി. അതുകൊണ്ടാണല്ലോ വേണ്ടപ്പോ വേണ്ടത് ഈ കുഞ്ഞാമർ പറഞ്ഞു തരുന്നത്. കള്ളക്കോല് നീട്ടാനുള്ള ചന്തുനാരുടെ വാസന കാണുമ്പോ ഇതല്ലാണ്ട് എന്താ കുഞ്ഞാമർ പറഞ്ഞു തരിക? മതി, ചെല്ല്. നീ ശ്രദ്ധിച്ചാ മതി. എന്റെ ഒരേ ഒരു മരുമകനാ നീ. നീ എന്താ നോക്കി നിൽക്കണത്? ഉരുവടിയിൽ നീ ഉണ്ടല്ലോ അടവുകൾ ബാക്കി. ശരി അച്ഛാ. കുഞ്ഞാമരോട് ഇനി പ്രത്യേകം പറയണം. ഓതിരം, കടകം, ഒഴിഞ്ഞ്, അമർന്ന്, ഓതിരം, കടകം, ഓതിരം. സാരില്ല. ശരി അച്ഛാ. പാണരോ? ഉർമിയുടെ ഒച്ചയും താളം കേട്ടപ്പോ പാണം തീർച്ചയാക്കി ഉണ്ണിയമ്മ അകത്തുണ്ടെന്ന്. ഉണ്ണിയമ്മയുടെ ഉർമി വീശലിന്റെ ഭഗവതി തോറ്റത്തിന്റെ ഈണണ്ടേ. ദേവ്യേ അമ്മേ. മുഖസ്തുതി വേണ്ട പാണരെ. നാളെ ഇവരൊക്കെ പറയും പാണം കെട്ടുന്ന പാട്ടുകളൊക്കെ പച്ച നുണയാണെന്ന്. ചന്തു ചേകോനെ പറ്റിയും കേട്ടു പാണം ചിലത്. എന്ത് കേട്ടു? വടകരയിലും ഇളവന്നൂരും മാത്രമല്ല, വയനാട്ടിലും കേട്ടു ചന്തു ചേകോന്റെ വീരസ്യങ്ങളെ കുറിച്ചുള്ള കഥകള്. എന്നാ പറയേ കേട്ടത്. ഉണ്ണിയമ്മ നിൽക്കുമ്പോ പറയാൻ നന്നല്ല. കേക്കും, പല നുണകളും കേക്കും താൻ. എന്നിട്ടതൊക്കെ നാട് നീളെ പാടി നടക്കും. അതാണല്ലോ പാണന് പണി. പാണര് പറഞ്ഞതിന് കത്തി നീട്ടണോ ചന്തുവാങ്ങളെ? വരും പാണരെ. പാണർക്കുള്ള മുണ്ടും നെല്ലും ഞാൻ രാവിലെ എടുത്തു വെച്ചിരിക്കണു. ആലിക്കുട്ടി വന്നിട്ടുണ്ട്. ആലിക്കുട്ടി വരും. എന്തൊക്കെയുണ്ട് നാഗപുരത്തെ വിശേഷങ്ങള്? വിശേഷം മോശാണെന്ന് പറയാനാ ആലിക്കുട്ടി വന്നിരിക്കണ. ഞാൻ നാഗപുരത്തൊന്നും കേട്ടു. ചിന്നപ്പച്ചട്ടി മുതലാളിന്റെ വാണിഭം പൊളിഞ്ഞു. കഷ്ടായി. അതെ, കഷ്ടായി. ഞമ്മള് പറഞ്ഞ് ഇവിടെ വന്ന് കാര്യം പറഞ്ഞ വഴി ഉണ്ടാവുന്നു. പൊന്നിന്റെ കനം കൊണ്ട് കപ്പല് കടലിൽ താണു പോയതാ വലിയ ചേകോരെ എന്ന് എന്നോട് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, പക്ഷെ പറയുന്ന കുഞ്ഞാമർക്ക് തോന്നുകയാണ്. കടലിൽ താന്നൂന്ന് വെച്ചാലും പാറയെ തട്ടി തകർന്നെന്ന് വെച്ചാലും ചെട്ടി മുതലാളി ആകെ വിഷമത്തിലായി.
അതുകൊണ്ടല്ലേ ആലിക്കുട്ടി കാശ് കടം ചോദിക്കാൻ പുത്തൂരം വീട്ടിലേക്ക് വന്നിരിക്കണേ. ഇല്ലെങ്കിൽ ഈ സമയത്ത് മാപ്പിള പാട്ടൊക്കെ പാടി തടകി നിരത്ത് മണക്കണ ആലിക്കുട്ടിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആലിക്കുട്ടി പറയുന്നു. കടായിട്ട് എന്തെങ്കിലും ചോദിക്കാനാ മുതലാളി പറഞ്ഞത്. മുതലാളി തന്നെ വരികയായിരുന്നു. ദീനായിട്ട് കിടപ്പായതുകൊണ്ട്. ചെട്ടി വന്നില്ല എന്ന് വെച്ച് ഇവിടെ പരിഭവമൊന്നുമില്ല. ആലിക്കുട്ടിയായിട്ട് പുത്തൂരം വീടുള്ള ബന്ധം നോന്നലയോ തുടങ്ങിയതല്ലോ. ആ ഇതാ വേണ്ടത് ആലോമലേ. ഇങ്ങനെ ഒരു അവസ്ഥയില് ചിന്നപ്പച്ചട്ടിയെ സഹായിക്കേണ്ട കടമുണ്ട് നമുക്ക്. 10,000 പൊൻപണം കൊടുക്കാം പലിശയ്ക്ക്. മതിയോ? മതിയാവും. തരുന്ന കാശിന് പണയം തരാനും മുതലാളി ഒരുക്കാ. ചെട്ടിക്കൊരു സങ്കടം വരുമ്പോ പണയം വാങ്ങണത് ഉചിതല്ല. ചിങ്ങത്തിൽ കൃത്യമായിട്ട് പലിശ എത്തിക്കട്ടെ. പലിശ പിരിക്കാൻ കുഞ്ഞാമർ പോയിക്കോളാം. അത് വേണ്ട. ചെട്ടിക്ക് പുത്തൂരം വീട്ടിലേക്കുള്ള വഴി അറിയും. അതെ അതെ, പലിശ പിരിക്കാൻ പുത്തൂരം വിട്ടാൽ അങ്ങോട്ട് പോവേ. മോശം മോശം. കുടിക്കും. ചന്തു അങ്ങനെ എന്താ ഈ നേരത്തെ എന്റെ അറിയില്ലേ? ആർച്ചേ, എന്നോട് എപ്പോഴും ഇങ്ങനെ മോഹം കറുപ്പിച്ച് പറയണേ എന്തിനാ? 7-ാം വയസ്സില് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ മുറച്ചക്കനല്ല ഞാൻ. ഓ, ആ അധികാരം വെച്ചും കൊണ്ടാണോ ഇപ്പൊ ഞാൻ ഈറ മാറണ നേരത്തെ കടന്നു വന്നിരിക്കുന്നത്? ഇതാ പറയണ ആർച്ചക്ക് എന്നോട് എപ്പോഴും ദേഷ്യാണെന്ന്. ആർച്ചേ, എന്നായാലും നമ്മൾ ഒന്നാവേണ്ടവരല്ലേ? അതിനും കൂടെ വേണ്ടിയിട്ടല്ലേ കണ്ണപ്പനമാവൻ എന്നെ ഇളന്തളർ മടത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ പറഞ്ഞു അച്ഛൻ? പിന്നെ പറയാണ്ടേ? ആർച്ചേ, ഊണിലും ഉറക്കത്തിലും ഈ മുഖം എന്റെ മനസ്സില്, ഈ ഉടല എന്റെ നെഞ്ചിനകത്ത്. ആർച്ചേ, മാറി നിക്ക്. എന്താ ഉണ്ണിയമ്മേ? നൂലാചാരത്തിന്റെ പേരും പറഞ്ഞു വന്നിരിക്കണു. ഓം ഹ്രീം ഭദ്രായ സ്വാഹ. ഓം ഹ്രീം ഭദ്രായ സ്വാഹ. ഓം ഹ്രീം ഭദ്രായ സ്വാഹ. ആരോമലേ, എന്താ മച്ചന? കളിപ്പറമ്പിന്റെയും കാറപ്പറമ്പിന്റെയും കളിപ്പറമ്പിലെ കളരുടെ അവകാശം നിക്ക് തരാന്ന് പറഞ്ഞു മാവൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഉണ്ണിയാർച്ചയ്ക്ക് കൊടുക്കാനാ നിശ്ചയിച്ചിരിക്കുന്നത്, അച്ഛനും ഞാനും. പുത്തൂരം വീട്ടിന്ന് അപ്പൊ നിക്കൊരു അവകാശം ഇല്ലെന്നോ? 1001 അച്ചാരവും 1001 പൊന്നും തിലാൻ തൂക്കി പാത്രങ്ങളും മറ്റവകാശങ്ങളും കൊടുത്തിട്ടാണ് നേർപങ്ങളെ ഇളന്തളർ മഠത്തിലേക്ക് ഇറക്കി അയച്ചതെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ എന്തിനാ അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന് ഓരോന്ന് മോഹിപ്പിക്കണതാവോ? അച്ഛനും അമ്മയും മരിച്ചുപോയ ഒരു അനാഥനെ വളർത്തി വലുതാക്കി എന്നുള്ളത് നേര്, അടവും പയറ്റും പഠിപ്പിച്ചു എന്നുള്ളത് നേര്. അതിന്റെ കൂടെ കുന്നോളം മോഹം മനസ്സിൽ കൂട്ടിവെക്കാനും പറഞ്ഞിട്ടുണ്ടാവില്ല അച്ഛൻ. ഉണ്ടോ? ആർച്ചേ, അഭ്യാസ കാഴ്ചയാണ് മണ്ഡലം 1 പറഞ്ഞില്ലേ അമ്മാവൻ? പറഞ്ഞു. അങ്ങനെ ചന്തുവും ചേകോനാവാൻ പോവാണ്. നാടുവാഴിയും ദേശവാഴിയും വരും. നാട്ടുമുഖ്യസ്ഥന്മാരുടെയും നാടുവാഴിയുടെ മുമ്പില് ഈ ചന്തുവിന്റെ അഭ്യാസത്വവും തെളിയിക്കും. തെളിയിക്കേണ്ടി വരും. ചേകപ്രസ്ഥാനം കിട്ടണമെങ്കിൽ അഭ്യാസ കാഴ്ച വേണല്ലോ. അതിനിടയിൽ പക്ഷേ ചന്തുവാങ്ങളുടെ കള്ളക്കോലും ഉണ്ടാവും അല്ലേ? കള്ളക്കൊല്ല് നിന്റെ മോശക്കാരനല്ല. എന്റെ നേരാങ്ങളെ കുറിച്ച് അത് മാത്രം ആരും വിശ്വസിക്കില്ല. ചന്തുവാങ്ങൾ എത്ര നുണ പറഞ്ഞാലും. അതിരിക്കട്ടെ, അഭ്യാസ കാഴ്ച കഴിഞ്ഞാല് ചന്തുവാങ്ങളെ ഇളന്തളർ മഠത്തിലേക്ക് പോവാണെന്ന് കേട്ടു. ആര് ചൊല്ലി? ചൊല്ലിയത് ആരോ ആവട്ടെ, കാര്യം നേരാണോ? അങ്ങനെ ഒരു ആലോചന മനസ്സിൽ വരാണ്ടില്ല. പക്ഷേ അത് ഞാൻ മുളയിലേ നുള്ളിക്കളഞ്ഞു. പോകുന്നെങ്കില് ആർച്ചയും കൊണ്ടേ പോകുന്നു നിശ്ചയിച്ചു. ആ മൊഴിയും കേട്ടൂന്ന് പറഞ്ഞു. ആ ആർച്ച ഏതാർച്ച? മികവിൽ മികച്ചേരിയിലെ തുമ്പോലാർച്ച. എന്റെ മനസ്സില് ഒരൊറ്റ ആർച്ചയുള്ളൂ, ഞാൻ താലി കെട്ടിയ ഈ ആർച്ച. അത് വെറും നൂലാചാരം, എപ്പോ വേണമെങ്കിലും മുറിച്ചു കളയാവുന്ന പഴയ ഒരു അന്ധവിശ്വാസം എന്നൊക്കെയല്ലേ തുമ്പോലാർച്ചയോട് പറഞ്ഞത്. പാവം, അതും വിശ്വസിച്ചിരിക്കുകയാണാവോ അവള്.